ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90-ാം ജന്മദിന ദിവസം കൂടിയാണ് ഇന്ന്. ദലൈലാമയുടെ അനുയായികളും ബുദ്ധ സന്യാസിമാരും അടക്കം ആയിരങ്ങളാണ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഹിമാചലിലെ ധരംശാലയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. ദലൈലാമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ധരംശാലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുക്കും. 6 നൂറ്റാണ്ട് പിന്നിട്ട ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ പുതിയ അമരക്കാരനെ അറിയാൻ എല്ലാവരും ആകാംക്ഷയിലാണ്. മരണശേഷം പിൻഗാമി ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തിനു ശേഷം ആകാംക്ഷയോടെയാണ് പിറന്നാൾ ആഘോഷത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബുദ്ധസന്യാസി സമൂഹവും ടിബറ്റൻ സംഘടനകളും ആവശ്യപ്പെട്ടതോടെയാണ് പിൻഗാമിയുമായി ബന്ധപ്പെട്ട കാര്യം ദലൈലാമ വ്യക്തമാക്കിയത്. 1959 ടിബറ്റിൽ നിന്ന് ഇന്ത്യയിൽ അഭയം തേടിയെത്തി ധരംശാല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ദലൈലാമയുടെ പിൻഗാമി ആരെന്നറിയാൻ ചൈനയും കാത്തിരിക്കുകയാണ്. പുതിയ ലാമയെ തങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് ടിബറ്റ് കൈയടക്കിയ ചൈനയുടെ നിലപാട്. അത് അംഗീകരിക്കില്ലെന്ന് ദലൈലാമ അറിയിച്ചിട്ടുണ്ട്. തനിക്ക് പിൻഗാമികൾ ഉണ്ടാകില്ലെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്ന ദലൈലാമ പിന്നീട് മനസ്സുമാറ്റുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.